ഈ ഒരു ലെക്ചർ സീരീസ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ജാവ എന്ന് പറഞ്ഞൊരു ലാബിനെ കുറിച്ചാണ്. ഇത് KTUവിന്റെ 2019 സ്കീമിൽ ഉൾപ്പെട്ട ലാബാണ്. ഇത് പഠിക്കുന്നത് S3 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഈ ഒരു ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസും എല്ലാ എക്സ്പെരിമെന്റ്സും, ഇത് കൂടാതെ നമ്മുടെ ഒരു പ്രാക്ടീസ് സെഷൻസ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെക്ചർ സീരീസിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമുക്ക് സെക്കൻഡ് എക്സ്പെരിമെന്റിനെ പറ്റി പഠിക്കാം. സെക്കൻഡ് എക്സ്പെരിമെന്റ് എന്താണ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് എ ഗിവൺ ക്യാരക്ടർ ഇൻ എ സ്ട്രിംഗ്. അപ്പോൾ ഞാനൊരു ക്യാരക്ടർ മേടിക്കണം. ഒരു ക്യാരക്ടർ സേ ഞാൻ മേടിച്ച ക്യാരക്ടർ M ആണെന്ന് വിചാരിക്കുക. ഓക്കെ, യൂസറിൻ്റെ നിന്ന് മേടിച്ച ക്യാരക്ടർ M ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ സ്ട്രിംഗ്. സോ എന്തൊക്കെയാണ് ഞാൻ വാങ്ങിക്കേണ്ടത്? യൂസറിൻ്റെ നിന്ന് വാങ്ങിക്കേണ്ടത് ഒരു സ്ട്രിംഗ് മേടിക്കുക, ഒരു ക്യാരക്ടർ മേടിക്കുക. ക്യാരക്ടർ മേടിച്ചതിന് ശേഷം ഈ സ്ട്രിങ്ങിനകത്ത് ഈ ക്യാരക്ടർ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ മലയാളമാണ് എന്നുണ്ടെങ്കിൽ 1 2 ടൈംസ്. സോ M എന്ന് പറയുന്നത് എന്താണ്? 2 ടൈംസ് ഉണ്ട്. സേ A ആണ് എന്നുണ്ടെങ്കിൽ എത്ര ടൈംസ് ഉണ്ട്? A ആണ് എന്നുണ്ടെങ്കിൽ 1 2 3 4 ടൈംസ് ഉണ്ട്. ഓക്കെ, ഇനി ഇല്ലാത്തൊരു ക്യാരക്ടർ നമുക്ക് പറഞ്ഞു നോക്കാം. സേ C എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഉണ്ട്? C എന്ന് പറയുന്നത് ഇനിഷ്യലി ഇതിനകത്ത് 0 ടൈംസ് ആണ്. C എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഒരു സ്ട്രിംഗ് മേടിക്കുക, ഒരു ക്യാരക്ടർ മേടിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? അതിന്റെ ഫ്രീക്വൻസി എത്രയുണ്ടെന്ന് പറഞ്ഞ് നോക്കുക. ഓക്കെ, അതിനുവേണ്ടി നമുക്ക് പ്രോഗ്രാം എഴുതാം. അതിനുവേണ്ടി ഞാനൊരു ക്ലാസ് ടെസ്റ്റ് എഴുതുകയാണ്. ക്ലാസ് ടെസ്റ്റ് എഴുതുന്നു. പബ്ലിക് സ്റ്റാറ്റിക് void main string org s. ഞാനാണെങ്കിൽ ഒരു സ്കാനർ ക്ലാസ് എടുക്കുകയാണ്. സ്കാനർ ക്ലാസ് എന്തിനാണ്? ലാസ്റ്റ് ക്ലാസ്സിലെ നമ്മൾ പറഞ്ഞു, സ്കാനർ എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് റീഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. system.in എന്ന് പറയുന്നത് എന്തിനാണ്? system.in എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് എന്താണ്? കീബോർഡ് ആണ്. സ്കാനർ യൂസ് ചെയ്യണമെങ്കിൽ ഞാനൊരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് java.util.scanner. ഓക്കെ, നൗ ഞാൻ എന്ത് ചെയ്യണം? ഒരു എൻ്റർ ദി സ്ട്രിംഗ്, ഒരു സ്ട്രിംഗ് വാങ്ങിക്കണം. സോ system.out.print ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റർ ദി സ്ട്രിംഗ്. ഓക്കെ, ഒരു സ്ട്രിംഗ് ഞാൻ എൻ്റർ ചെയ്യാണ്. ദെൻ ഞാൻ സ്ട്രിംഗ് എൻ്റർ ചെയ്തു. അതിനെ ഇനി മേടിക്കണം. എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കുകയാണ്. സോ str is equal to sc.next line. അപ്പോൾ ഇത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് ഒരു സ്ട്രിംഗ് കിട്ടി. ഇനി അടുത്തത് എന്താ എനിക്ക് വേണ്ടത്? എനിക്ക് വേണ്ടത് system.out.println enter the character. ഒരു ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നു. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നു. ഓക്കെ, str അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് നമുക്ക് ഒരു ക്യാരക്ടറിൽ മേടിക്കാം. സേ ക്യാരക്ടർ ch is equal to എങ്ങനെയാണ് മേടിക്കുന്നത്? sc.next line ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രിംഗ് കിട്ടും. ആ സ്ട്രിങ്ങിനകത്തുള്ള ഫസ്റ്റ് ക്യാരക്ടറാണ് ഞാൻ റീഡ് ചെയ്യുന്നത്, ക്യാരക്ടർ 0. അപ്പൊ ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ ഞാൻ റീഡ് ചെയ്യുന്നത്. അപ്പൊ sc.next line എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിംഗ് ആണ് വരുന്നത്. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ഒറ്റ ലെറ്ററേ കാണത്തുള്ളൂ. അപ്പോൾ 0th ഇൻഡെക്സിൽ കിടക്കുന്ന ലെറ്റർ ഞാൻ മേടിക്കുക. അപ്പോൾ ക്യാരക്ടറായി. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് കമ്പയർ ചെയ്യണം. i is equal to 0. ഞാൻ എവിടെ വരെ പോകണം? സ്ട്രിങ്ങിന്റെ ലെങ്ത് വരെ പോകണം. str.length. ഓക്കെ, ലെങ്ത് വരെ പോയി, i++. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇനിഷ്യലി ഒരു കൗണ്ട് വേണ്ടേ? കൗണ്ട് വേണം. എത്ര പ്രാവശ്യം ഉണ്ടെന്ന് കാണാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇനിഷ്യലി 0 കൗണ്ട് ആണ്. അതായത് ഒരു പ്രാവശ്യവും ഞാൻ ആ ഒരു ക്യാരക്ടർ കണ്ടിട്ടില്ല. ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത്? str.caret of i എന്ന് പറയുമ്പോൾ character at i is equal to ch ആണോ എന്ന് പറഞ്ഞു നോക്കുക. അതിന്റെ മീനിങ് എന്താണ്? ഞാൻ ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ക്യാരക്ടർ ഞാൻ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട ക്യാരക്ടർ ആണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക? കൗണ്ടിനെ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക.
അപ്പോൾ ഈ ഒരു ഫോർ ലൂപ്പ് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? കൗണ്ടിനകത്ത് ആ ഒരു പർട്ടിക്കുലർ ക്യാരക്ടർ എത്ര പ്രാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞ് കിട്ടും. സോ നമ്പർ ഓഫ് ടൈംസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് CH, അതായത് ഞാൻ റീഡ് ചെയ്ത ക്യാരക്ടർ CH ഇൻ എവിടെയാണ്? ഇൻ str is equal to എത്രയാണ്? കൗണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ഓഫ് ഇപ്പോൾ എം ആണ് എന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഓഫ് എം ഇൻ str എന്ന് പറയുന്ന മലയാളം ആണെങ്കിൽ മലയാളം, ഫ്രീക്വൻസി ഓഫ് എം ഇൻ മലയാളം ഇസ് ഈക്വൽ ടു എത്രയാണെന്ന് പറഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് കമ്പൈൽ ചെയ്യുന്നത്? ജാവ സി test.java, എറർ ഒന്നുമില്ല, ജാവ ടെസ്റ്റ്. അപ്പോൾ എൻ്റർ ചെയ്യാൻ പറയുന്നു. സോ ഞാൻ മലയാളം എന്ന് പറഞ്ഞ് എൻ്റർ ചെയ്യുന്നു. ഞാൻ ക്യാരക്ടർ എൻ്റർ ചെയ്യാൻ പറയുന്നത് സേ എം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കാണിക്കുന്ന എറർ എന്ന് പറയുന്നത് സ്ട്രിങ് ഔട്ട് ഓഫ് ബൗണ്ട് എറർ ആണ്. അതായത് നമ്മളിവിടെ i ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയേണ്ട ആവശ്യമില്ല, i ലെസ് ദാൻ. കാരണം 0 തൊട്ട് ലെങ്ത് -1 വരെ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ, നമുക്ക് ലെങ്ത് വരത്തുള്ളൂ. സോ i is equal to 0, i ലെസ് ദാൻ string ഡോട്ട് ലെങ്ത് വരെ പോയാൽ മതി. അതായിരുന്നു നമ്മുടെ എറർ. അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. ഓക്കെ, മലയാളം എം എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ടോ എന്ന് പറഞ്ഞ് നോക്കി. എം എത്ര പ്രാവശ്യമുണ്ട്? 2 പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ്. നമുക്ക് ഇല്ലാത്തൊരു ക്യാരക്ടറും കൂടെ നോക്കാം. ഓക്കെ, ഇല്ലാത്തൊരു ക്യാരക്ടറും കൂടെ ഞാൻ നോക്കാൻ പോവാണ്. സി മലയാളം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സി ഉണ്ടോ? ഇല്ല. സി എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞു വരും? ഫ്രീക്വൻസി എന്ന് പറയുന്നത് 0 എന്ന് പറഞ്ഞു വരും. സോ ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി കണ്ടുപിടിക്കേണ്ട പ്രോഗ്രാം. ഓക്കെ, ആദ്യം എന്ത് ചെയ്യുക? ഒരു സ്ട്രിങ് മേടിക്കുക, പിന്നെ ക്യാരക്ടർ എന്താണെന്നുള്ള മേടിക്കുക, ദെൻ ലെങ്ത് വരെ പോവുക, ഓരോ കേസിലും ക്യാരക്ടർ കാണുമ്പോൾ കൗണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യുക, ഡിസ്പ്ലേ ചെയ്യുക. ഓക്കെ.